അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പോർട്ടബിൾ പവർ സ്റ്റേഷൻ. കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ, അതായത് ടെൻ്റൊക്കെ അടിച്ച് കിടക്കുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 500 വാട്ട്സിൻ്റെ വരുന്നത്. ഇതിൻ്റെ 100, 200, 300 പല റേഞ്ചിലുള്ള വരുന്നുണ്ട്. സോ ആദ്യമായിട്ട് ഇതിന് നമുക്ക് മുകളിൽ നമുക്ക് വൈഫൈയിലൂടെ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് സൈൻ വേവ് ആയിട്ടുള്ള AC ഔട്ട് 2 എണ്ണം ഉണ്ട്. കൂടാതെ നമുക്ക് 3 USB-യും അതുപോലെ ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട് വരുന്നത് നമ്മുടെ കാർ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റും. ഔട്ട് നമ്മുടെ കാർ ചാർജറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. പിന്നെ 12 വോൾട്ട് ഔട്ട്, നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ഓട്ടോയ്ക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതും കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് എമർജൻസിക്ക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ഡിസ്പ്ലേയിൽ മറ്റേ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻപുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാറിൻ്റെ അഡാപ്റ്റർ നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇൻപുട്ടായിട്ട്. അതുപോലെ നമുക്ക് AC പ്ലഗ് ഇൻ ഉണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫുൾ ചാർജ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് സോളാർ ചാർജിങ്. അതായത് നമുക്ക് സൺലൈറ്റ് ഉള്ളപ്പോൾ അതിൽ നമുക്ക് നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കൂടെ സോളാർ പാനൽ വരുന്നില്ല. സോ അത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പാനലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TV, ഫ്രിഡ്ജ്, അതുപോലെ ഡ്രോണ്, സ്മാർട്ട് ഫോൺ, ടാബ്, പ്ലേ സ്റ്റേഷൻ, ലൈറ്റുകൾ, മറ്റെല്ലാ ഉപകരണവും, ലാപ്ടോപ്പ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും, അതായത് നമുക്ക് AC വോൾട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, AC കറണ്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, DC ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഞാൻ AC-ലൊരു നമ്മുടെ സാധാ AC ചാർജറാണ് ഫോണിൻ്റെ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചാർജ് ആവുന്നുണ്ട്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, ഏത് ബാറ്ററി ഉൽപ്പന്നം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആദ്യമേ ഒരു ഫുൾ ചാർജ് ആക്കണം. ഒരു 1-2 മണിക്കൂർ ഒന്ന് ഫുൾ ചാർജ് ആക്കിയതിന് മാത്രമേ ഉപയോഗിക്കാവൂ. സോ നമുക്കൊന്ന് കുത്തിയിടാം.